ലൈംഗികാതിക്രമങ്ങളിൽ സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെ പോലീസിൽ പരാതി നൽകി നടി മിനു മുനീർ. ഇമെയിൽ മുഖേനയാണ് മണിയൻപിള്ള രാജുവും ജയസൂര്യയും അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൈഫുനിസ അലിയാർ. മിനു മുനീറിന്റേത് ആരോപണമാക്കി അവർ മാറ്റി നിർത്തുന്നില്ല, തെളിവുകൾ അടക്കം വെച്ചുകൊണ്ടുള്ള ഒരു പരാതിയിലേക്ക് അവർ കടക്കുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മിനു മുനീർ നമ്മളോട് പറഞ്ഞിരുന്നു സുജയ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരാതി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ പൂങ്കുഴലി തന്നെ വിളിച്ചിരുന്നു എന്ന് മിനു മുനീർ നേരത്തെ പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിന് ഇമെയിൽ മുഖേനയാണ് ഈ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 7 പേർക്കെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ആരോപണത്തിൽ പറഞ്ഞിരുന്ന 7 പ്രമുഖരായ സിനിമാ പ്രവർത്തകർക്കെതിരെയാണ് പരാതി. ഇതിൽ ഒന്ന് നടൻ മുകേഷാണ്, പിന്നീട് നടൻ മണിയൻപിള്ള രാജു, ഇടവേള ബാബു, നടൻ ജയസൂര്യ എന്നീ 4 നടന്മാർക്കെതിരെയും അതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ ഒരു ലോയേഴ്സ് കോൺഗ്രസ് നേതാവായ VS ചന്ദ്രശേഖരനെതിരെയും അതുകൂടാതെ പ്രൊഡക്ഷൻ കൺട്രോളർമാരായ വിച്ചു, നോബിൾ എന്നീ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയുമാണ് മിനു മുനീർ പരാതി നൽകിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ആരോപണം എന്നതിന് അപ്പുറത്തേക്ക് ഒരു പരാതിയായി എത്തിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയത്തിലും കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ സംഭവം ഉണ്ടായ കാലഘട്ടം എല്ലാം തന്നെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിലാണോ ഈ പീഡനത്തിന് ഇവർ പരാതിയിൽ പറയുന്ന ഈ ലൈംഗിക അതിക്രമം ഉണ്ടായത് ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തേണ്ടി വരും. ആ പരാതിയിൽ ആരോപണവിധേയരായ പ്രധാന നടന്മാരാണ് മണിയൻപിള്ള രാജു, ഇടവേള ബാബു, മുകേഷ്, ജയസൂര്യ. ഈ 4 പേർക്കെതിരെയും ചോദ്യം ചെയ്യേണ്ടി വരും. പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇനി അങ്ങോട്ട് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണങ്ങളെല്ലാം പോകുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായി. നിലവിൽ മുകേഷിനെതിരെ ഇപ്പോൾ തന്നെ 3 ആരോപണങ്ങൾ ഉയർന്നിരിക്കുകയാണ്. നേരത്തെ കാസ്റ്റിംഗ് ഡയറക്ടറുടെ ആരോപണം വന്നു, അതിനുശേഷം മിനു മുനീറിന്റെ ആരോപണം വന്നു. ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ അവരുടെ ഒരു സുഹൃത്തിന്റെ അനുഭവം പുറത്തുവിടുകയും ചെയ്തു. ഇങ്ങനെ 3 ആരോപണങ്ങളാണ്, ലൈംഗിക അതിക്രമ ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത്. എങ്കിൽ പോലും മുകേഷ് രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. രാജി ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജയസൂര്യ ഈ ആരോപണങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. താൻ വലിയൊരു സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ തനിക്ക് സമയമില്ലാത്ത രീതിയിൽ ഇതിനെ പ്രതിരോധിക്കുകയാണ് ചെയ്തത്. ഇടവേള ബാബു ആണെങ്കിലും മണിയൻപിള്ള രാജു ആണെങ്കിലും ഒക്കെ ഈ ആരോപണങ്ങളെ എതിർക്കുകയാണ് ചെയ്തത്. ആരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും പക്ഷേ മിനു മുനീർ ഈ വിഷയം വിട്ടിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോവുകയാണ്, നിയമപരമായി നേരിടാൻ പോവുകയാണ്. ഇത്തരം തെളിവുകൾ എന്തെങ്കിലും ഇവരുടെ കയ്യിൽ, അതായത് ഈ ഡിജിറ്റൽ തെളിവുകൾ അടക്കം കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് മിനു മുനീർ അറിയിക്കുന്നത്. സുജയ. ഓക്കെ, സൈഫുനിസ അലിയാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മിനു മുനീർ പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയിന്മേലായിരിക്കും ഇനി അന്വേഷണം നടക്കുക.